പത്തനംതിട്ടയിലും വോട്ടിംഗ് മെഷീനിനെതിരെ പരാതി. 9 വോട്ടുകൾ ചെയ്തപ്പോൾ വിവിപാറ്റിൽ 10 സ്ലിപ്പുകൾ വന്നു. അധികം വന്നത് BJPയുടെ സ്ലിപ്പ്. നല്ല കഥ. ഈ കോലത്തിലാണെങ്കിലേ എലക്ഷൻ വേണ്ടി വരില്ല. ഈ കോലത്തിലാണെങ്കിലേ നല്ല അവസ്ഥയാണ്. കാരണം ഇതുപോലെ എത്ര ജില്ലയിൽ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കണ് ആർക്കറിയാം. അധികം വന്ന വേറെ പാർട്ടിക്ക് വേണമെങ്കിൽ കുഴപ്പമില്ല. ഇതപ്പോൾ നമുക്ക് ഉറപ്പാണ്. ഞാൻ ബാക്കി തുടർന്ന് വായിക്കട്ടോ. പത്തനംതിട്ടയിലും വോട്ടിംഗ് മെഷീനിനെതിരെ പരാതി. 9 വോട്ടുകൾ ചെയ്തപ്പോൾ 10 സ്ലിപ്പുകൾ വന്നു. 9 വോട്ടുകൾ രേഖപ്പെടുത്തിയപ്പോൾ വിവിപാറ്റിൽ 10 സ്ലിപ്പുകൾ വന്നു എന്നാണ് ആരോപണം. BJPയുടെ ഒരു സ്ലിപ്പാണ് അധികമായി വിവിപാറ്റിൽ വന്നത്. കാസർഗോഡിന് പിന്നാലെ പത്തനംതിട്ട മണ്ഡലത്തിലും മോക്ക് പോളിംഗ് EVM മെഷീനെതിരെ പരാതി. 9 വോട്ടുകൾ രേഖപ്പെടുത്തിയപ്പോൾ വിവിപാറ്റിൽ 10 സ്ലിപ്പുകൾ വന്നു എന്നാണ് ആരോപണം. അതായത് കാസർഗോഡ് ഇതേമാതിരി സംഭവിച്ച് 10 സ്ലിപ്പാണ്. ഇത് ഏതൊക്കെ പഞ്ചായത്തിൽ ഏതൊക്കെ മണ്ഡലത്തിൽ എന്തൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ആർക്കും അറിയാം. വളരെ അപകടകരമാണ് കേട്ടോ കാര്യങ്ങൾ. കാരണം എന്താ പറയുക, നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് കൊളർത്തിരിക്കേണ്ട സമയമാണ്. കാരണം ഇവിടെ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇത് ചെക്ക് ചെയ്യാനും എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും നല്ല കെയർ ചെയ്യണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കേരളം കൂടെ ഇവരെ ഈ ഒരു ഫാസിസ്റ്റ് ഭരണത്തിൽ എത്തിപ്പെട്ടാൽ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണ്ട എല്ലാ പണികളും BJP എടുക്കും. അപ്പോൾ അത് നമ്മൾ നല്ല ശ്രദ്ധിക്കണം. കോൺഗ്രസ് പ്രവർത്തകർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. സാങ്കേതിക തകരാറുണ്ടതിനെ പരിഹരിച്ച് മോക്ക് പോൾ നടത്തി ഉറപ്പായി ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ഏപ്രിൽ 17 മോക്ക് പോളിംഗ് നടന്നത്. അതായത് കാസർഗോഡ് സെയിം ഇതായിട്ടുള്ള സംഭവം നടന്നു. ഇനി എന്തൊക്കെയാണ് സംഭവിക്കും ആർക്കറിയും. നമ്മളെന്താ അറിയോ, നമ്മൾ എപ്പോഴും ഇനിയിപ്പോൾ ഇലക്ഷനിൽ നമ്മൾ വോട്ടിങ്ങിൻ്റെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും നേരത്തെ പോയിട്ട് വോട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം നോക്കേണ്ടതെന്ന് അറിയോ, നമ്മൾ അതാത് വിവിപാറ്റിൽ നമ്മൾ ബട്ടൺ അമർച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സ്ലിപ്പ് വരും. ആ സ്ലിപ്പ് വരുന്നുണ്ടോ നമ്മളതെല്ലാം കറക്റ്റ് വെരിഫൈ ചെയ്യണം കേട്ടോ. ഒരു മിസ്റ്റേക്ക് ഇത് പ്രത്യേകം പറഞ്ഞിട്ട് BJPക്കാരോടല്ല മറ്റുള്ളവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. BJPക്കാർക്ക് ഇത് കേട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിൽ പല സംഭവം നോക്കിയിട്ടും കേരളം എങ്ങനെയെങ്കിലും എടുക്കും എന്നുള്ള കാര്യം ആ ഒരു ഇതിലാണ് ഒരു കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൈമെന്ന് ഈ കേരളം എന്ന് പറഞ്ഞ സ്റ്റേറ്റാണ് ഓൽക്ക് കിട്ടാത്തത്. ഇനി അതുകൂടെ ഫാസിസ്റ്റിൻ്റെ കീഴിലായി കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് വലിയ പ്രശ്നത്തിലേക്കാരം. അതുകൊണ്ട് കാസർഗോഡ് ഇത് മുന്നേ സംഭവിച്ചു. ഇതേപോലെ ഇപ്പോൾ പത്തനംതിട്ട, ഇനി എവിടെയൊക്കെ എന്തൊക്കെ ആർക്കറിയാം. നമ്മളെ വളരെയധികം കെയർ ചെയ്യണം. കാരണം ഈ പ്രാവശ്യം ലോക്സഭാ ഇലക്ഷനിൽ പല സ്ഥലങ്ങളിലും ഇതൊക്കെ അവർ വളരെ പ്ലാനഡ് ആയിട്ടാണ് അവർ കളിക്കുന്നത്. കാരണം അവരെ അജണ്ട ആ ഒരു പ്രൊപ്പഗാൻഡ അത് കറക്റ്റായിട്ടൊരു ഫോളോ ചെയ്തുകൊണ്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പം എന്ത് തന്നെ ആയാലും നമ്മൾ ജനാധിപത്യ വിശ്വാസികൾ, നമ്മൾ ഇനിയിപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ CPM, SDPI, ലീഗ് ഇതൊന്നുമല്ല നമ്മൾ ശ്രദ്ധിക്കണേട്ടാ. നമ്മൾ ഏത് പാർട്ടിക്കാരായിക്കോട്ടെ നമ്മളെ നാട് കക്കാൻ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ വിവിപാറ്റിലാണ് ഇത്രയും വലിയ റോങ് വന്നിട്ടുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു കോലത്തിലാണ് എന്തായിരിക്കും. കാരണം ഇത്രയും വലിയൊരു അപകടം എന്ന് പറഞ്ഞാലേ നമ്മൾ റിസർവ് ബാങ്കിൻ്റെ കരുതൽ ധനം വരെ അവരെടുത്തു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അവരെ കാരണം പ്രൊപ്പഗാൻഡയും വളരെ പ്ലാൻഡാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കുക. നമ്മൾ ഏത് പാർട്ടിക്കാരായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. വിത്തൗട്ട് BJPക്കാർക്ക് ഇത് കേൾക്കുന്നുണ്ടാവും. ഇനി ഇതിൻ്റെ അടിയിൽ വന്നിട്ട് നിങ്ങൾ എന്ത് തന്നെ കമൻ്റ് അടിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല. നമ്മൾ തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നാളെ സംഭവിക്കുന്നത് വലിയ നഷ്ടങ്ങളായിരിക്കും നമുക്ക്. നമ്മൾ മറ്റുള്ള പാർട്ടിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ പരസ്പരം നമ്മളെ കാര്യങ്ങളൊക്കെ പ്രകടന പത്രിക ആണെങ്കിലും നമ്മളെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുറന്ന് പറഞ്ഞോളൂ. പക്ഷേ BJP നമ്മളിത് കക്കുണ്ട്, നമ്മൾ നല്ല നോക്കണം.